എന്തുകൊണ്ടായിരിക്കും? മാതാപിതാക്കൾക്കാണോ സത്യത്തിൽ ആ ഒരു ടെൻഷൻ, കുട്ടി പഠിക്കുന്നില്ലല്ലോ അതെ, ഇപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ പാരന്റിങ് പ്രോപ്പറായിട്ട് പലപ്പോഴും അത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ അത് വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ജപ്പാൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ ഇത് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ രക്ഷിതാക്കൾ എല്ലാവരും ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ അല്ലെങ്കിൽ ഹോംലി ആയിട്ടുള്ള എല്ലാ വർക്കിലും അവർ ഇമ്മേഴ്സ്ഡ് ആകുമ്പോൾ ആദ്യത്തെ ഒരു കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതും അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലും ഒക്കെ ഒരു ഉത്തരവാദിത്വം അവരിൽ ഉള്ളത് ചെയ്യും. പക്ഷെ പിന്നെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ് പലപ്പോഴും രക്ഷിതാക്കൾക്ക്. അത് രക്ഷിതാക്കളെന്ന് പറയുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അവരുടെ പ്രൊഫഷണൽ കരിയറിനകത്തുള്ളവരുടെ ലെവലോ ഒന്നും വ്യത്യാസമില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാ രക്ഷിതാക്കൾക്കും ഒരേപോലെ ഇക്കാര്യത്തിൽ ആശങ്കകളുണ്ട്. കാരണം മറ്റൊന്നുകൊണ്ടല്ല, അവർ പഠിച്ചു വന്ന കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയതുകൊണ്ട് പഠിപ്പിക്കുന്നത് അധ്യാപകരെക്കുറിച്ചും അവർക്ക് ആശങ്കകളുണ്ട്. അധ്യാപകർ പഠിപ്പിക്കുന്നത് ശരിയാണോ, അധ്യാപകരുടെ ഈ നോട്ട്സ് മാത്രം പഠിച്ചാൽ മതിയോ, ഈ ടെക്സ്റ്റിനുള്ള കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി, ഞങ്ങൾ അന്ന് ഇതിനേക്കാളും പഠിച്ചിരുന്നല്ലോ എന്നൊക്കെയുള്ളൊരു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുട്ടികളെ വീട്ടിൽ വരുമ്പോൾ അവർ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് പഠിപ്പിക്കും. ഞാനൊരു രസകരമായൊരു ഉദാഹരണം ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. അതായത് ഒരിക്കലൊരു ആ കുഞ്ഞിന് നമ്മുടെ രാജ്യത്ത് എത്ര സ്റ്റേറ്റ് ഉണ്ട്, 28 സ്റ്റേറ്റിനെ കുറിച്ചും അതിൻ്റെ ക്യാപിറ്റൽസിനെ കുറിച്ചും യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചും വേൾഡിലെ എത്ര നമുക്ക് ഭൂഖണ്ഡങ്ങൾ എത്രയുണ്ട്, കോണ്ടിനെൻറ്റ്സ് എത്രയുണ്ട്, അതിലെത്ര രാജ്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കുറേ ഡേറ്റ, കുറേ ഇൻഫർമേഷൻസ് കുട്ടിയിൽ 3, 3.5, 4 വയസ്സിനകം തന്നെ കുട്ടി പഠിച്ചു. ഇതെല്ലാം പറയും. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ടീച്ചേഴ്സ് വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അപാര കഴിവുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കെന്തിനാ പാരൻസിനെ ഒന്ന് കാണണം. അങ്ങനെ പാരൻസ് അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നു. അച്ഛൻ IT പ്രൊഫഷണലാണ്, ജോലിയുണ്ട്. അമ്മയ്ക്ക് ജോലി ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ജോലി ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. എന്ത് പഠിക്കുക? PSC കോച്ചിങ്ങിന് പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. അപ്പം യഥാർത്ഥ അമ്മ, ഞാൻ ചോദിച്ചു, അമ്മ PSC കോച്ചിങ്ങിൻ്റെ ക്ലാസ്സിൽ പോകുന്നുണ്ടോ? ഉണ്ട്. അതിന് മെറ്റീരിയൽസ് ഉണ്ടോ? കോച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടോ? ഉണ്ട്. അത് പഠിക്കും. ഉറക്കെയാണോ വായിച്ചു പഠിക്കുന്നത്? ആണ്, ഉറക്കെയാണ് വായിച്ചു പഠിക്കുന്നത്. ഹസ്ബൻഡ് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കുഞ്ഞ് കേട്ട് പഠിക്കുക.